നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. രാജ്യത്തെ സ്റ്റേറ്റ് ബാങ്കുകൾ ലയിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. SPT അടക്കമുള്ള ബാങ്കുകൾ ഇല്ലാതാകും. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമെന്ന് കോടിയേരി. തീരുമാനം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് സുധീരൻ. ഫാക്ടും എയർ ഇന്ത്യയും അടക്കം 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ നീതി ആയോഗ് ശുപാർശ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ 127 റവന്യൂ ഉത്തരവുകൾ ചട്ടവിരുദ്ധമെന്ന് മന്ത്രിസഭാ ഉപസമിതി. മെത്രാൻകായൽ കടമക്കുടി പദ്ധതികൾ സംബന്ധിച്ച ഉത്തരവുകൾ ക്രമം വിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച് സർക്കാർ ധവളപത്രം ഇറക്കും. കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. ഉപേക്ഷിക്കപ്പെട്ട സർക്കാർ ജീപ്പിൽ പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബെന്ന് പോലീസ്. ഫ്യൂസുകളും ബാറ്ററികളും കണ്ടെടുത്തു. ഒരാൾക്ക് പരിക്കേറ്റു. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി. സാക്ഷിമൊഴികൾ തത്ത പറയുന്നതുപോലെ നീതി ലഭിച്ചില്ലെന്ന് ഷിബിന്റെ പിതാവ്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച RSS പ്രവർത്തകർ ഒളിവിൽ. 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസ്. പ്രധാന പ്രതി RSS പ്രചാരക് വിഷ്ണുവെന്ന് പോലീസ്. തെരച്ചിൽ ശക്തമാക്കി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കണമെന്ന് തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മാത്യു ടി തോമസ്. നദീജല സംയോജന പദ്ധതിയെ കേരളം എതിർക്കുമെന്നും മന്ത്രി. സിംബാബ്വേക്കെതിരായ പരമ്പര ഇന്ത്യ തൂത്തുവാരി. 3-ാം ഏകദിനത്തിൽ ജയം 10 വിക്കറ്റിന്. ജംസ്പ്രീത് ബുംറ 4 വിക്കറ്റ് നേടി. യൂറോ കപ്പിൽ ഇന്ന് ഫ്രാൻസിന്റെ 2ാം മത്സരം. റഷ്യ സ്ലോവാക്യയും റൊമാനിയ സ്വിറ്റ്സർലൻഡിനെയും നേരിടും. The cross is not quite what was needed, but neither was the clearance, and it's going to be picked up by Lavezzi and touched home for a third. കോപ്പ അമേരിക്കയിൽ ആദ്യഘട്ടത്തിൽ അർജന്റീനയ്ക്ക് സമ്പൂർണ്ണ വിജയം. അവസാന മത്സരത്തിൽ ബൊളീവിയയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. ഫാക്ടും എയർ ഇന്ത്യയും ഉൾപ്പെടെ 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുവാൻ നീതി ആയോഗ് ശുപാർശ ചെയ്തു. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 76 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 26 അടച്ചുപൂട്ടണമെന്നും നീതി ആയോഗ് ആവശ്യപ്പെട്ടു. ITDCയുടെ ഹോട്ടലുകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ പാട്ടത്തിന് നൽകണമെന്നും നീതി ആയോഗ് വൈസ് ചെയർമാൻ അരവിന്ദ് പനഗിരിയുടെ അധ്യക്ഷതയിലുള്ള സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തു. സമിതിയുടെ ശുപാർശ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പരിഗണനയിലാണ്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണവും ഓഹരി വിറ്റഴിക്കലും സംബന്ധിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നീതി ആയോഗിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി ആയോഗ് വൈസ് ചെയർമാൻ അരവിന്ദ് പനാഗിരി, CEO അമിതാഭ് കാന്ത് എന്നിവരുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഫാക്ട് ഉൾപ്പെടെ 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഫാക്ടിന് പുറമെ എയർ ഇന്ത്യ, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, ചെന്നൈ പെട്രോളിയം തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാർ ഓഹരിയും 49% കുറയ്ക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 76 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 26 അടച്ചുപൂട്ടണമെന്നും നീതി ആയോഗ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഭാരത് വാഗൺസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബേൺ സ്റ്റാൻഡേർഡ്, തുംഗഭദ്ര സ്റ്റീൽ എന്നിവയാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ITDC ഹോട്ടലുകൾ ദീർഘകാല പാട്ടത്തിന് നൽകണമെന്നും നീതി ആയോഗ് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. 2016-17 സാമ്പത്തിക വർഷം 56,500 കോടി രൂപ ഓഹരി വിറ്റഴിക്കലിലൂടെ സമാഹരിക്കുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ നീതി ആയോഗിന്റെ ശുപാർശയിൽ കേന്ദ്ര സർക്കാർ തീരുമാനം വൈകാനിടയില്ല. B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ MP രാജേഷ് MP, CMP നേതാവും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ CP ജോൺ, BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ MP രാജേഷ്, നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്ഥാപനങ്ങളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഖജനാവിലെ പണം ഉപയോഗിച്ച് എത്ര നാൾ കേന്ദ്ര സർക്കാരിന് സംരക്ഷിച്ച് നിർത്താൻ കഴിയും? അങ്ങനെ തുടർച്ചയായി സംരക്ഷിച്ചു നിർത്തണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ കഴിയുമോ? രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിലായിട്ടുള്ളത് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇതേ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഫലമായിട്ടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിലായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരിയല്ല ഇവിടെ വിറ്റഴിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരിയാണ് വിറ്റഴിക്കുന്നത്. നീതി ആയോഗിൻ്റെ ശുപാർശ ഇപ്പോൾ നഷ്ടത്തിലുള്ളവയെ റിവൈവ് ചെയ്ത് പുനരുജ്ജീവിപ്പിച്ച ശേഷം അവയെ സ്വകാര്യവൽക്കരിക്കണം എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? നഷ്ടമുള്ളത് കൊണ്ട് സ്വകാര്യവൽക്കരിക്കുകയല്ല,
ലാഭമുള്ളതിനെയാണ് വിൽക്കുന്നത്. രണ്ടാമത്തേത്, ഇപ്പോൾ നഷ്ടത്തിലുള്ളതിനെ ലാഭത്തിലാക്കിയ ശേഷം ഓഹരി വിൽക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊതുമേഖലയുടെ ആസ്തികൾ, നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ സമ്പത്ത് നിസ്സാരമായ വിലയ്ക്ക്, ചുളുവിലയ്ക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൈയടക്കാനുള്ള സൗകര്യം സൃഷ്ടിക്കുകയാണ് ഈ നയം ചെയ്യുന്നത്. ഇതിപ്പോഴല്ല, ഇത് നേരത്തെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, അതിനു മുമ്പ് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, കഴിഞ്ഞ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി 25 വർഷത്തെ ഉദാരവൽക്കരണ നയങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഓഹരി വിൽപ്പന മന്ത്രാലയം പ്രത്യേകമായിട്ടുണ്ടാക്കിയത് കഴിഞ്ഞ വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു. അരുൺ ഷൂരി ആയിരുന്നു മന്ത്രി, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്ട്രി അരുൺ ഷൂരി ആയിരുന്നു അതിൻ്റെ മന്ത്രിയായിട്ടിരുന്നത്. അപ്പോൾ ഇത് ഈ 56,500 കോടി രൂപ സമാഹരിക്കണം എന്നത് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സമാഹരിക്കുന്നത്? സർക്കാരിൻ്റെ വാദം സർക്കാരിന് വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ്, ധനക്കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയും വിത്തെടുത്ത് കുത്തുക എന്ന്. വിത്തെടുത്ത് കുത്തുകയാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്യുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആസ്തിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നത്. ഈ പൊതുമേഖലയുടെ ഓഹരി വിൽപ്പന നടന്നപ്പോഴെല്ലാം വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഓർമ്മിക്കണം. കഴിഞ്ഞ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ സെൻറ്റോർ ഹോട്ടലിൻ്റെ വിൽപ്പന ഏറ്റവും വിവാദമായ ഒന്നായിരുന്നു. പൊതുമേഖലാ ഹോട്ടൽ വിറ്റപ്പോൾ വലിയ തോതിലുള്ള അഴിമതി ആരോപണമാണ് അന്ന് ഉയർന്നു വന്നത്. ബാൽക്കോയുടെ സ്വകാര്യവൽക്കരണം വലിയ അഴിമതി ആരോപണത്തിന് ഇടയാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ചപ്പോൾ ഓഹരി വിൽപ്പനയിൽ അഴിമതി ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം എന്താ അറിയോ? അതിൻ്റെ യഥാർത്ഥ വിലയ്ക്കല്ല ഈ സ്വകാര്യ മുതലാളിമാർ ഇത് വാങ്ങുന്നത്. നിസ്സാരമായ വളരെ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് കൈയടക്കുന്നത്. വലിയ കമ്മീഷൻ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ട്. ഒരു കാര്യം, സർക്കാരിൻ്റെ വാദം ഇത് സർക്കാരിന് വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയും ധനക്കമ്മി കുറയ്ക്കാൻ വേണ്ടിയും ആണ് എന്നാണ്. അത് അങ്ങനെയാണെങ്കിൽ 56,500 കോടിയാണല്ലോ ഓഹരി വിൽപ്പനയോടെ സമാഹരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ എത്രയോ കോടി രൂപയുടെ നികുതി ഇളവുകൾ കൊടുക്കുന്നുണ്ടല്ലോ. 5.82 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവാണ് കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നികുതി മര്യാദയ്ക്ക് പിരിച്ചെടുത്താൽ തന്നെ വിഭവ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യം അതല്ല. നാടിൻ്റെ സ്വത്ത് കോർപ്പറേറ്റുകൾക്ക് നിസ്സാര വിലയ്ക്ക് കൈയടക്കാനുള്ള സൗകര്യം സൃഷ്ടിക്കുകയാണ്. നഷ്ടത്തിലുള്ളത് പൂട്ടാനാണ് ശുപാർശ. നഷ്ടത്തിലുള്ളത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല. നഷ്ടത്തിലുള്ളത് കൂട്ടണമെന്നാണ് ശുപാർശ. ലാഭത്തിലാക്കിയതിനു ശേഷം അതിന്റെ ഓഹരി വിറ്റഴിക്കൽ എന്നതാണ് നീതി ആയോഗിന്റെ ശുപാർശ കൊടുക്കുക എന്നാണ്. അതെ, അതാണ് ഞാൻ വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ നമുക്ക് വൈകാരികമായി അടുപ്പമുള്ള സ്ഥാപനമാണല്ലോ ഫാക്ടിനെ സംബന്ധിച്ചിടത്തോളം ഫാക്ട് എങ്ങനെയാണ് നഷ്ടത്തിലായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 18 വർഷമായി ശരാശരി 100-150 കോടിയുടെ നഷ്ടമാണ് ഓരോ വർഷവും ഫാക്ടിനുണ്ടാകുന്നത്. ഫാക്ടിനെ ലാഭത്തിലാക്കാനുള്ള പോംവഴികൾ കാലങ്ങളായി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ ഫാക്ട് മാനേജ്മെൻറ്റുകൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ആദ്യം നാഫ്തയായിരുന്നു പ്രശ്നം. നാഫ്ത വിലക്കുറവിൽ ലഭിക്കണം. നോർത്ത് ഇന്ത്യയിൽ ലഭിക്കുന്ന, ഉത്തരേന്ത്യയിലെ കമ്പനികൾക്ക് ലഭിക്കുന്ന അതേ വിലയ്ക്ക് കേരളത്തിൽ നാഫ്ത ലഭിച്ചാൽ ഫാക്ട് ലാഭത്തിലാകുമായിരുന്നു. പിന്നീട് നാഫ്ത മാറി LNG വന്നു. LNGയുടെ കാര്യത്തിലാണെങ്കിലും ഫാക്ടിൻ്റെ കാര്യത്തിൽ ഉത്തരേന്ത്യയിലെ കമ്പനികൾക്ക് ലഭിക്കുന്നതിലും ഇരട്ടി ഡോളർ ഒരു യൂണിറ്റ് നൽകണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ആ LNG വിൽക്കുന്നത് $4 ഒരു യൂണിറ്റ് എങ്കിൽ അത് ഫാക്ടിൻ്റെ കളമശ്ശേരിയിലെ യൂണിറ്റിലെത്തുമ്പോൾ ഒരു യൂണിറ്റിന് $9. നേരത്തെ അത് $21 വരെ ആയിരുന്നു. ആ സമയത്ത് $10 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടുമായിരുന്നു. ആ സമയത്താണ് ഫാക്ട് അടച്ചുപൂട്ടിയത്. ഇപ്പോഴും ഫാക്ടിൻ്റെ കാപ്രോലാക്ടം യൂണിറ്റ് അടച്ചിട്ടിരിക്കുകയാണ് കുറേ വർഷങ്ങളായി. ഫാക്ടിനെ പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചത് കേന്ദ്ര സർക്കാരുകളുടെ നയമാണ്. അങ്ങനെ കേന്ദ്ര നയം മൂലം പ്രതിസന്ധിയിലായ ഫാക്ടിനെ രക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാതെ അതിനെ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ അതിനെ വിറ്റുതുലയ്ക്കുക എന്ന സമീപനം ശരിയാണോ? ഫാക്ടിനെ രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ 1000 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? നേരത്തെ പറഞ്ഞതനുസരിച്ച് സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറയുന്നതും ഒരുതരം രാഷ്ട്രീയ തട്ടിപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, 1991 മുതൽ ഓഹരി വിൽപ്പന ഇവിടെ എല്ലാ സർക്കാരുകളും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. 1991 ശേഷം റീഫോംസ് വന്നതിന് ശേഷം
ഓഹരി വിൽപ്പന സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഒന്നുകിൽ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്, അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ചിലപ്പോൾ ഇൻഡസ്ട്രി തന്നെ വളർത്തുവാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പണം വേണ്ടി വരും ഗവൺമെൻറ്റിന്. ഗവൺമെൻറ്റിൻ്റെ പണം ഒന്നുകിൽ അത് നമുക്ക് IMF-ൽ നിന്നോ ലോക ബാങ്കിൽ നിന്നോ മേടിക്കേണ്ടി വരും, അതല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള കമ്പോളത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ ഓഹരി വിൽക്കേണ്ടി വരും. ഇങ്ങനെ ഓഹരി വിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഇന്നുവരെ ഇന്ത്യയിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മുമ്പ് സംസാരിച്ച CPM-ന്റെ നേതാവ് ഓഹരി വിൽപ്പനയെക്കുറിച്ച് വലിയ സംസാരിച്ചല്ലോ. ബംഗാളിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഹോട്ടൽ കൊടുത്തല്ലോ. ആ ഹോട്ടൽ കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ്? ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടൽ. ആ ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടലിൻ്റെ ഓഹരി അടക്കം അത് പ്രൈവറ്റ് സെക്ടറിൽ വിറ്റില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മന്ത്രിസഭയുടെ തീരുമാനം എന്താ? ഹെഡ്കോയുടെ 20% പ്രൈവറ്റ് പാർട്ടിക്ക് ഓഹരി വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഇന്ന് കേരളത്തിൽ മന്ത്രിസഭ. അപ്പോൾ 1996 ഇടതുപക്ഷം, എനിക്ക് തോന്നുന്നു ഗൗഡയുടെ മന്ത്രിസഭയിലാണെന്ന് തോന്നുന്നു, ഇടതുപക്ഷം പിന്തുണ ഉണ്ടാവുകയും CPI ഭരിക്കുകയും ചെയ്തിട്ടുള്ള 1996 കേന്ദ്ര ഗവൺമെന്റ് ഓഹരി വിറ്റിട്ടുണ്ടല്ലോ. ഓഹരി വിൽക്കാത്ത ഏത് സർക്കാരുള്ളത്? ഓഹരി വിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഗവൺമെന്റിന്റെ കൺട്രോൾ ആവണം എന്നുണ്ടെങ്കിൽ അതിന് 51% മതി. പിന്നെ ട്രേഡ് യൂണിയനുകൾ, സംയുക്ത ട്രേഡ് യൂണിയനുകൾ നഷ്ടത്തിലോടുന്ന കമ്പനികൾ വിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് CIT-യും BMS-ഉം INTUC സംബന്ധിച്ചിട്ടുള്ളതാ. നഷ്ടത്തിലോടുന്ന കമ്പനികളെ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകണമോ? ക്യൂബയടക്കം ചൈനയടക്കം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പ്രൈവറ്റൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞു. ക്യൂബയിൽ ബാർബർ ഷോപ്പ് വരെ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. റെസ്റ്റോറൻറ്റും ബാർബർ ഷോപ്പും ടാക്സിയും എല്ലാം ഇന്ന് പ്രൈവറ്റൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഓഹരി വിൽക്കുക എന്ന് പറയുന്നത് ഒരു അപകടകരമായ കാര്യമൊന്നുമല്ല. ഓഹരി വിൽക്കണം. അങ്ങനെയാണ് സമ്പത്ത് ഗവൺമെന്റ് കണ്ടെത്തേണ്ടത്. ആ സമ്പത്ത് കണ്ടെത്തണം. അതിന് ഗവൺമെന്റിന്റെ കൺട്രോൾ വേണമെങ്കിൽ 51% മതി. അതിന്റെ മുകളിൽ ഗവൺമെന്റിന്റെ കൺട്രോൾ വരേണ്ട ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ കമ്പനികളിലൊക്കെ എഫിഷ്യൻസി കൂടും. പ്രൈവറ്റ് ആയിട്ടുള്ള ഓഹരി വിൽക്കുന്ന സമയത്ത്, സ്വകാര്യ മേഖലയിൽ വിൽക്കുന്ന സമയത്ത് ഡയറക്ടർ ബോർഡിൽ സ്വാഭാവികമായും എഫിഷ്യൻസിയുള്ള ക്വാളിറ്റിയുള്ള ആളുകൾ വരും. അപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിലേക്കുള്ള പ്രവർത്തനം ഉണ്ടാവുകയാണ് ചെയ്യുക. ശരിയാണ്, താങ്കൾ പറയുന്നത് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് കൂടി എഫിഷ്യൻസിയും പ്രൊഫഷണലിസവും മെച്ചപ്പെടുന്നതിന് വേണ്ടി കൂടി ആ നടപടി ഉതകുമെന്ന്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ശ്രീ CP ജോൺ, ഇവിടെ 56,500 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ നടപ്പ് സാമ്പത്തിക വർഷം ഓഹരി വിറ്റഴിക്കലിലൂടെ സമാഹരിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന പണം ഉൽപാദന മേഖലയിൽ ഉപയോഗിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയമെന്ന് നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത് ശരിയായ ഒരു സാമ്പത്തിക കാഴ്ചപ്പാടാണോ? ഞാൻ ഫാക്റ്റിൻ്റെ കാര്യം കൂടി ചേർത്ത് വെച്ചാണ് ചോദിക്കുന്നത്. ഫാക്റ്റ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എയർ ഇന്ത്യ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ ഇത് ബാധകമാണ്. ഇങ്ങനെ പണം സമ്പാദിക്കുകയും പണം ലഭിക്കുകയും ആ പണം രാജ്യത്തെ ഉൽപ്പാദന മേഖലയിൽ ഉപയോഗിക്കുക, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ, അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ ഉപയോഗിക്കുക എന്ന നയം നമുക്ക് സ്വീകാര്യമാണോ? ആ നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ? ഓഹരി വിറ്റഴിക്കൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് കാണേണ്ടത്. ഇപ്പോൾ FSCTയെ സംബന്ധിച്ചിടത്തോളം ഓഹരി വിറ്റഴിച്ചതുകൊണ്ട് അതിൻ്റെ പ്രശ്നം തീരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഓഹരി വിറ്റഴിക്കാത്തതല്ല FSCTയുടെ പ്രശ്നം. ഓഹരി വിറ്റഴിക്കാത്തതായിരുന്നു FSCTയുടെ പ്രശ്നമെങ്കിൽ ഓഹരി വിറ്റഴിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല. അവിടെ 2000 ഏക്കറോളം സ്ഥലമുള്ള ഒരു വലിയ ഫാക്ടറിയാണ് FSCT. അപ്പോൾ FSCTക്ക് നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, കാലാകാലമായിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അമോണിയ പ്ലാന്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനിലേക്ക് കടക്കുന്നില്ല. ഞാൻ അവിടെ ഒരു യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ FSCTയെ രക്ഷിക്കണമെങ്കിൽ ഈ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഓഹരി എന്തിനാണ് വിറ്റഴിക്കുന്നത്? ഓഹരി വിറ്റഴിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഒറ്റ ഓഹരി പോലും, 1% ഓഹരി പോലും പുറത്ത് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. മറിച്ച് ഇത്തരത്തിലുള്ള ഒരു എയിലിംഗ് ആയിട്ടുള്ള നഷ്ടത്തിലോടുന്നുള്ളതല്ല, വളരെ വിഷമത്തിലോടുന്ന ഒരു സ്ഥാപനമാണ് FSCT. അതിനെന്തിനാണ് ഇപ്പോൾ ഓഹരി വിറ്റഴിക്കുന്നത്? നേരത്തെ ചില സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഇപ്പോൾ ഓഹരി കിട്ടാവുന്ന സ്ഥാപനങ്ങളാണ്. അത് കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പർപ്പസ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിന് മുമ്പുള്ള അനുഭവങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, നേരത്തെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ എല്ലാം ലൂപ്പ് ഹോൾ അടച്ചോ? ഇത് താത്വികമായിട്ട് നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ ഓഹരി വിൽപ്പന നടക്കുമ്പോൾ
ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അതിനുണ്ടാകുന്ന പഴുതുകൾ അടയ്ക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പൊടുന്നനെ ഓഹരി വിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഫിസ്ക്കൽ ക്രൈസിസിൻ്റെ കാര്യത്തിലേക്ക് കടന്നു വന്നാൽ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ളൊരു വിൻഫോളാണ് കിട്ടിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഓയിൽ പ്രൈസിൻ്റെ ഈ കുറവ് വന്നതിൻ്റെ ഫലമായിട്ട് ലക്ഷോപലക്ഷം കോടി രൂപയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് കിട്ടിയിട്ട് ഭാഗ്യക്കുറി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഓഹരികൾ വിറ്റഴിക്കാൻ പറ്റിയൊരു കോണ്ടെക്സ്റ്റ് അല്ല. ഒരു ഘട്ടത്തിൽ വിറ്റഴിച്ചിട്ടുണ്ട്. അന്ന് വളരെയധികം ബുദ്ധിമുട്ടുകളും ഫിസ്ക്കൽ ഡിഫിക്കൽട്ടിയും പ്രഷറും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രഷറൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള നിഗൂഢ അജണ്ടകളും ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള പൊടുന്നനെയുള്ള വിറ്റഴിക്കൽ നടപടി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതല്ല. അതിൻ്റെ പുറകിൽ തെറ്റായിട്ടുള്ള പർപ്പസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വരാം. ശ്രീമതി മേരി ജോർജ്, ഈ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളെ പിന്തുടരുന്ന പല സാമ്പത്തിക വിദഗ്ധരും ചിലപ്പോഴൊക്കെ ചൂണ്ടിക്കാട്ടാറുള്ളത് ഈ സോപ്പും ചീപ്പും കണ്ണാടിയും ഒന്നും ഉണ്ടാക്കുകയല്ല സർക്കാരിൻ്റെ ജോലി, അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് സർക്കാരിൻ്റെ ജോലി. അങ്ങനെ ഈ നഷ്ടത്തിലോ അല്ലെങ്കിൽ നേരത്തെ CP ജോൺ ചൂണ്ടിക്കാട്ടിയതുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ, നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാ വർഷവും ബജറ്റിലൂടെ വലിയ തോതിൽ സാമ്പത്തികമായി പിന്തുണച്ചിട്ടും അത് വീണ്ടും വീണ്ടും താഴേക്ക് കൂപ്പുകുത്തുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ നവീകരിക്കുന്നതിന് ഈ നിലയിൽ ചില നടപടികൾ വേണ്ടിവരും. അതിനെ പോസിറ്റീവായി കാണാതെ ഇതൊക്കെ സർക്കാർ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം, പൊതുമേഖലയെ അങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന തരം സാമ്പത്തിക നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക കാഴ്ചപ്പാട് ഈ ഘട്ടത്തിൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രായോഗികമാണോ? തീർച്ചയായിട്ടും പ്രായോഗികമല്ല. അതായത് നമ്മൾ 1951 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇവിടെ വ്യാവസായികമായി ഒന്നുമില്ലായിരുന്നു, വ്യാവസായിക അടിത്തറ ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു കാലഘട്ടത്തിൽ മിക്സഡ് ഇക്കോണമി ഫോളോ ചെയ്ത സാഹചര്യത്തിലാണ് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് വ്യാവസായിക അടിത്തറ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരുപാട് വ്യാവസായിക അതായത് പൊതുമേഖലാ സ്ഥാപനം 18ഓളം പ്രധാനപ്പെട്ട മേഖലകൾ കമാൻഡിങ് ഹൈറ്റ്സ് എന്ന ലേബലിലാണ് അവിടെയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുന്നത്. അന്ന് അത് അനിവാര്യമായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അനിവാര്യമല്ല. സോപ്പും ചീപ്പും ഉൽപ്പാദിപ്പിച്ച് വിൽക്കേണ്ടത് ഗവൺമെൻറ് അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നാം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ നേരത്തെ CP ജോണും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ 1996 കൊണ്ടുവന്നു. അത്യാവശ്യ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട, അതായത് ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളാണ് പ്രീമിയം വിലയ്ക്ക് അന്നൊക്കെ വിറ്റിരുന്നത്. നവരത്നങ്ങളുടെ ഓഹരികൾ, മിനി രത്നങ്ങളുടെ ഓഹരികൾ, ഇതൊക്കെയാണ് 1996 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കാലാകാലങ്ങളിൽ വിറ്റ് ഗവൺമെന്റിനെ ബജറ്റിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ ഓർക്കണം, 1990 7% കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്, GDP-യുടെ 7%. ഇന്ന് അത് 1.3% മാത്രമാണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. അപ്പം ബജറ്റിനെ ശക്തിപ്പെടുത്താനല്ല. പക്ഷേ ഒരു സത്യമുണ്ട് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, അതായത് എല്ലാ ബജറ്റുകളിലും ഈ പറയപ്പെട്ട നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി പോലും ബജറ്റിലൂടെ പണം കൊടുക്കേണ്ടി വരിക, അത് തീർച്ചയായിട്ടും ദുരവസ്ഥയാണ്. അത് മാറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു പബ്ലിക് സെക്ടർ സെയിലിനുള്ള ഒരു കമ്പനി ഫോം ചെയ്തിരുന്നു 2014. ആ കമ്പനിയുടെ കണ്ടെത്തൽ അനുസരിച്ച് 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 27,360 കോടി നഷ്ടത്തോടെയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് അവയിൽ പലതും നമ്മുടെ ONGC പോലെയോ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പോലെയോ പ്രധാനങ്ങളല്ല. അപ്രധാനങ്ങളായ പല വ്യവസായ സ്ഥാപനങ്ങളും അതിനകത്തുണ്ട്. അത്തരം വ്യവസായ സ്ഥാപനങ്ങളെ വിൽക്കുന്നതിൽ ഞാൻ ഒരിക്കലും തെറ്റ് കാണുന്നില്ല. പക്ഷേ അവിടെ ഒരാശങ്ക രേഖപ്പെടുത്താനുള്ളത്, ഇത് നമ്മുടെ എന്താ പറയുക, റീഫോംസിൻ്റെ പിന്നെ വേഗത പോരാ, അത് വേഗം കൂട്ടണമെന്ന് ആഗോള
WTOയുടെ ആഗോള വക്താക്കളാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നരേന്ദ്രമോദി ഏതൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നുവോ അവിടെ നിന്നൊക്കെ നിങ്ങളുടെ റീഫോംസിൻ്റെ വേഗം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നു. അദ്ദേഹം അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു, അല്ലെങ്കിൽ എഗ്രിമെൻ്റ് വാക്കാൽ സമ്മതിച്ച് പോരുന്നു. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണം ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടർ ഓഹരി വ്യവസായങ്ങൾ വിൽക്കുന്നു. അത് തെറ്റായ സമീപനമാണ്. പകരം എന്താണ് ചെയ്യേണ്ടത്? ഈ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ലാഭത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പൊന്നും വിലയ്ക്ക് അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ പറ്റും. ഒരുപക്ഷെ അത്തരം ഒരു പദ്ധതിയാണ് എന്ന് തോന്നുന്നു നീതി ആയോഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന. നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയതിനു ശേഷം അതിന്റെ ഓഹരികൾ വിറ്റഴിക്കുക എന്ന ഒരു സമീപനവും അതിന്റെ ഭാഗമായി ഉണ്ടെന്നാണ് ആ ശുപാർശയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ശ്രീ MP രാജേഷ്, ഇപ്പോൾ 2004, 2005 മുതൽ 2015, 2016 വരെ ഈ പൊതുമേഖലയ്ക്ക് മാത്രമായി ഏതാണ്ട് 1.2 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം, ബഡ്ജറ്ററി സപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഇത്രയും പണം നമ്മുടെ ഖജനാവിൽ നിന്നും പൊതുമേഖലയ്ക്ക് മാത്രമായി നൽകുകയാണ്. അതിൽ ആ പണമൊക്കെ വാങ്ങിയ സ്ഥാപനങ്ങളിൽ പലതുമാണ് ഈ കൂപ്പുകുത്തി കിടക്കുന്നത്. അതിനെ പുനർജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന തോതിലുള്ള പമ്പിങ്, പണത്തിൻ്റെ വലിയ തോതിലുള്ള സംഭാവന അതിലേക്ക് ഉണ്ടാകണം. ഞാൻ ഈ ബഡ്ജറ്ററി സപ്പോർട്ട് കൂടാതെ അതിൻ്റെ ഗ്രാൻഡ്, മറ്റു തരത്തിലുള്ള അലവൻസ് അടക്കം മറ്റ് ഒരു സംഖ്യ കൂടി അതിൻ്റെ കൂടെയുണ്ട് ചേർത്ത് വയ്ക്കാൻ. അതൊക്കെ ചേർക്കുമ്പോൾ കുറേ കൂടി വലിയ ഒരു കോടിയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടും അത് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ, അത് വീണ്ടും 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 ലോസ് മേക്കിംഗ് യൂണിറ്റായി തുടരുകയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം എന്നാണ് താങ്കളെപ്പോലുള്ളവർ പറയുന്നത്? വിജയകുമാർ ഒരു ബജറ്ററി സപ്പോർട്ട് എത്ര പറഞ്ഞത്? 1.2 ലക്ഷം കോടി അല്ലേ? അതെ, 1.2 ലക്ഷം കോടിയല്ലേ? 1.2 ലക്ഷം കോടി രൂപ. ഈ 10 വർഷത്തിനിടയിൽ പൊതുമേഖല ശരി സമ്മതിച്ചു. ഇനി ഈ പറഞ്ഞ മറ്റ് എല്ലാ കണക്കും ചേർത്താൽ പോലും പരമാവധി എത്ര വരും? പരമാവധി 1.5 ലക്ഷം കോടി വരും എന്ന് നമുക്ക് കണക്കാക്കാം. 10 കൊല്ലത്തിനിടയിൽ പൊതുമേഖലയ്ക്ക് കൊടുത്ത സഹായം, സംരക്ഷിക്കാൻ കൊടുത്ത സഹായം ഇത്രയാണ്. എന്നാൽ നിങ്ങൾ വേറൊരു കണക്കെടുക്കൂ. എന്താ ആ കണക്കെടുക്കാത്തത്? സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ കണക്കെടുത്തേനെ. ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ 10 കൊല്ലത്തിനിടയിൽ ഇതേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്ത നികുതി ഇനത്തിൽ, ഡിവിഡൻഡ് ഇനത്തിൽ ഒക്കെ കൊടുത്തിട്ടുള്ള കണക്കെന്നെടുത്ത് നോക്കൂ. ഒരുപക്ഷെ ശ്രീ CP ജോണിന് അത് അറിയുമായിരിക്കും. അദ്ദേഹം കുറെ കൂടി സത്യസന്ധമായിട്ട് ഇവിടെ സംസാരിച്ചു. അദ്ദേഹം ആ നയത്തെ അനുകൂലിക്കുന്ന ആളാണ്, എന്നാൽ ഇപ്പോൾ ഇതിനെ എതിർക്കുന്നു എന്നോട് പറഞ്ഞു. എത്രയാണ് 10 കൊല്ലത്തിനിടയിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുള്ള? ശ്രീമതി മേരി ജോർജിന് അറിയുമായിരിക്കും ആ കണക്ക്. എന്താ നിങ്ങൾ ആ കണക്കെടുക്കാത്തത്? 10 കൊല്ലത്തിനിടയിൽ ഇതിൻ്റെ ഞാൻ തറപ്പിച്ചു പറയുന്നു, ഒരു 10 ഇരട്ടിയെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കണക്കിൻ്റെ 10 ഇരട്ടിയെങ്കിലും, അതിൽ കൂടുതലുണ്ടാവും ഒരുപക്ഷെ, ഡിവിഡൻഡായിട്ടും ടാക്സസ് ആയിട്ടും കേന്ദ്ര ഖജനാവിലേക്ക്, രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് പൊതുമേഖല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് അങ്ങനെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നൽകിയ ബഡ്ജറ്ററി സപ്പോർട്ട് എന്ന നിലയിലല്ല, ഈ നഷ്ടത്തിൽ മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10 വർഷം ഗവൺമെന്റ് കൊടുത്ത സഹായമാണ്. നവരത്ന, മിനിരത്ന കമ്പനികൾ സർക്കാരിലേക്ക് കൊടുത്ത കണക്കുകളല്ല ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി വിജയകുമാർ, മനസ്സിലായി. നിങ്ങൾ പറയുന്നത് കേൾക്കും, മനസ്സിലായി. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത്, നിങ്ങളാകെ പൊതുമേഖലയെ എടുക്കുമ്പോൾ നിങ്ങൾ പൊതുമേഖലയ്ക്ക് സഹായം കൊടുത്തതിനെ കുറിച്ച് പറയുന്നു, എന്നാൽ പൊതുമേഖലയിൽ നിന്ന് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കിട്ടിയ വരുമാനത്തെക്കുറിച്ച് പറയുന്നില്ല. അത് രണ്ടുമല്ലേ താരതമ്യം ചെയ്യേണ്ടത്? നിങ്ങൾ ശരിയാണ്, കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സിക്കാണ്, കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ ബജറ്ററി സപ്പോർട്ടോടുകൂടിയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ലാഭമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഒരു വാദം ഉന്നയിക്കപ്പെട്ടു, പൊതുമേഖല മുഴുവൻ ഇൻഎഫിഷ്യൻ്റ് ആണ്, പൊതുമേഖല മുഴുവൻ കൊള്ളരുതാത്തതാണ് എന്ന വാദം ഉന്നയിക്കപ്പെട്ടു. എനിക്ക് ആ വാദത്തോടൊക്കെ പരമമായ സഹതാപം മാത്രമാണുള്ളത്. എഫിഷ്യൻസിയെക്കുറിച്ചുള്ള ഗീർവാണം ഇവിടെ പറഞ്ഞല്ലോ. എന്താ സ്വകാര്യ മേഖലയുടെ എഫിഷ്യൻസി? നിങ്ങൾ നോക്കൂ, വിജയ് മല്യയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആരുടെ ചെലവിലാണ് സ്വകാര്യ മേഖലയുടെ എഫിഷ്യൻസിയും ലാഭവും ഉണ്ടാകുന്നത്? നികുതി ഇളവുകളുടെ ബലത്തിലല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഉത്തേജക പാക്കേജ് വന്നത് എപ്പോഴാണ്? സാമ്പത്തിക പ്രതിസന്ധി വന്നു, കോർപ്പറേറ്റ് ലാഭം ഇടിയാൻ തുടങ്ങിയപ്പോഴല്ലേ ഉത്തേജക പാക്കേജ് വന്നത്. വേറൊരു കണക്ക് ഞാൻ പറയാം നിങ്ങളോട്. ഈ 10 കൊല്ലത്തിനിടയിലെ നികുതി ഇളവിൻ്റെ കണക്ക് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? കോർപ്പറേറ്റ് മേഖലയ്ക്ക്, സ്വകാര്യ കോർപ്പറേറ്റ് മേഖലയ്ക്ക് കൊടുത്ത നികുതി ഇളവിൻ്റെ കണക്ക്. ഇനി ഞാൻ പറയുന്ന കണക്ക് ചിലപ്പോൾ ചിലർക്കൊന്നും സ്വീകാര്യമാവില്ല. BJPയുടെ ഐഡിയോലോഗായിട്ടുള്ള ഗുരുമൂർത്തി
2 വർഷം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ലേഖന പരമ്പര, അതിൻ്റെ പേര് ഡിക്കേഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ്. ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിൽ അദ്ദേഹം പറയുന്ന കണക്ക് 42 ലക്ഷം കോടി രൂപ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് കൊടുത്തു എന്നാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തേത് കൂടി ചേർത്താൽ തന്നെ 50 ലക്ഷം കോടിയിലധികം കോടി രൂപയായി. അപ്പോൾ ഇത് ഈ സർക്കാർ ഖജനാവിൽ നിന്നുള്ള സഹായത്തിന്റെ ചെലവിലാണ് ഈ കൊട്ടിഘോഷിക്കുന്ന സ്വകാര്യ മേഖലയുടെ എഫിഷ്യൻസി എന്നുകൂടി കാണണം. എന്നിട്ടും വിജയ് മല്യയെ പോലുള്ള ആളുകൾ കടം വരുത്തി വെച്ച് നാട് വിട്ടു പോയിട്ടുണ്ട് എന്ന് ഓർമ്മിക്കണം. പുതിയ ആള് അദാനിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണല്ലോ അദാനിയൊക്കെ. അദാനിയുടെ ബന്ധുവായിട്ടുള്ള ജതിൻ മേത്തയും നാട് വിട്ടു പോയല്ലോ. അപ്പൊ സ്വകാര്യ മേഖലയുടെ എഫിഷ്യൻസിയെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. ഇപ്പൊ ജെറ്റ് എയർവേസ് എയർ ഇന്ത്യയാണല്ലോ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നത്. എയർ ഇന്ത്യ നഷ്ടത്തിലാണ് എന്നായിരുന്നല്ലോ വാദം. ജെറ്റ് എയർവേസ് കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള നഷ്ടം എന്തായിരുന്നു? എങ്ങനെയാണ് നഷ്ടം? എയർ ഇന്ത്യ മാത്രമാണോ ഇത് ബാധിച്ചത്? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ സ്വകാര്യ മേഖല മുഴുവൻ വളരെ എഫിഷ്യൻ്റ് ആണ്, ലാഭത്തിലാണ് എന്നൊക്കെ പണ്ടൊന്നും ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ എഴുന്നള്ളിക്കാൻ തന്നെ മടിയില്ലാതായി പരസ്യമായിട്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. അതാവട്ടെ, അത് ഓരോരുത്തരുടെയും നിലപാട്. പക്ഷെ അത് വസ്തുതകളുമായിട്ട് നിരക്കുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വീണ്ടും ഒരു കണക്ക് പറഞ്ഞു, സർക്കാരിന് പണം വേണ്ടേ എന്നാണ്. 56,500 കോടി രൂപയാണ് ഈ വർഷം ഇതിലൂടെ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഈ കഴിഞ്ഞ ഒറ്റ വർഷം കൊടുത്ത നികുതി ഇളവിന്റെ 10% പോലും വരില്ല ഈ 56,500 കോടി രൂപ. കൊടുത്ത നികുതി ഇളവിന്റെ 10% പോലും വരില്ല. ഇനി ബാങ്കുകളുടെ കിട്ടാക്കടം എടുത്ത് നോക്കുക. 12 ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളുടെ കിട്ടാക്കടം. 122 രാജ്യങ്ങളുടെ ആകെ GDPക്ക് തുല്യമായിട്ടുള്ള തുക, 122 രാജ്യങ്ങളുടെ GDPക്ക് തുല്യമായിട്ടുള്ള തുക കിട്ടാക്കടമായിട്ട് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ ഉണ്ട്. ആ പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടത്തിന്റെ അത് പിരിച്ചെടുക്കുന്നതിന് എന്ത് നടപടി ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്? ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലല്ലോ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ലാഭമുണ്ടാക്കുന്നതിനെ വിൽക്കുക. എഫിഷ്യൻസിയുടെ കാര്യം പറയുമ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നതാണ് വിൽക്കുന്നത്, അല്ലാതെ നഷ്ടത്തിലുള്ളതല്ല. അതാരും വാങ്ങാൻ വരുന്നില്ല എന്ന് ഓർമ്മിക്കണം. ശ്രീമതി മേരി ജോർജ് ഇവിടെ പറഞ്ഞു, നഷ്ടത്തിലുള്ളതിനെ ലാഭത്തിലാക്കിയിട്ട് വിൽക്കണം. ഞാൻ ചോദിക്കുന്നു, പിന്നെന്തിനാ വിൽക്കുന്നത്? ഇതിനെ ലാഭത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനു വിൽക്കണം? എഫിഷ്യൻസിയാണ് പ്രശ്നമെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നതിനെ എന്തിനാണ് വിൽക്കുന്നത്? അതാണല്ലോ ഇവിടെ പറഞ്ഞത്. ലാഭമുണ്ടാക്കുന്നതിനെ വിൽക്കുന്നതും എഫിഷ്യൻസി വാദവും എങ്ങനെയാണ് ഒരുമിച്ച് പോവുക? എത്രയോ ലാഭം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളില്ലേ? അപ്പൊ പ്രശ്നം നേരത്തെ ഇവിടെ ശ്രീ CP ജോൺ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് ഞാൻ വിയോജിക്കുന്നു. പക്ഷെ പറഞ്ഞത് ഞാനും തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. സെന്റോർ ഹോട്ടലിന്റെ വിൽപ്പനയിൽ ഉദാഹരണമുണ്ട്, അതുപോലെ ബാൽക്കോ സ്റ്റെർലൈറ്റ്സിന് കൊടുത്തതിൽ ഉദാഹരണമുണ്ട്. ഇത് ചുള്ളുവിലക്ക് വലിയ പൊതുമേഖലാ ആസ്തികൾ, ഫാക്ടിന്റെ കാര്യം മാത്രം എടുക്കുക. എത്ര ഏക്കർ ഭൂമിയാണ് അവിടെ ഉള്ളത്? എന്തായിരിക്കും അതിന്റെ മാത്രം വില എന്ന് പറയുന്നത്? മുതലാളിമാർക്ക് കൈയടക്കാൻ അവസരമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ശരിയാണ്, അത് പ്രധാനപ്പെട്ട. ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ സ്വകാര്യ മേഖലയുമായി മത്സരിക്കാൻ പൊതുമേഖലയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് പൊതുവെ ഈ ഓഹരി വിറ്റഴിക്കലിനെയൊക്കെ അനുകൂലിക്കുന്ന സാമ്പത്തിക വിദഗ്ധരുടെയൊക്കെ വിശദീകരണം. അങ്ങനെ അതിനെ കുറെ കൂടി പ്രൊഫഷണൽ ആക്കുന്നതിന് വേണ്ടിയാണ് ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന നികുതി ഇളവ് അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് കിട്ടാക്കടം പിരിച്ചെടുക്കുന്നതിലെ പോരായ്മ, അതുപോലെ നികുതി പിരിച്ചെടുക്കുന്നതിൽ കാണിക്കുന്ന ബോധപൂർവമായ അലംഭാവം, ഇതൊക്കെയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഘടകങ്ങളായി പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണമില്ലായ്മ ഒരു പ്രശ്നമാക്കേണ്ടുന്ന ഘട്ടമല്ല. നേരത്തെ CP ജോൺ അത് ശരിയാവണ്ണം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിനെ തുടർന്ന് കേന്ദ്രത്തിന് അല്ലെങ്കിൽ രാജ്യത്തിനുണ്ടായ മെച്ചം അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ആ വിലക്കുറവിൻ്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? അത്തരമൊരു അനുകൂല സാഹചര്യത്തിൽ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളിലൂടെ പണം സർക്കാരിന് വരികയും ചെയ്യുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഈ 56,500 കോടി രൂപ ഓഹരി വിറ്റഴിക്കലിലൂടെ സമാഹരിക്കണമെന്ന വാശി കേന്ദ്ര സർക്കാർ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നത്? 2-3 ആളുകൾ പറയുന്നതിന് മറുപടി പറയുന്നത് കൊണ്ട് എനിക്കൊരു അല്പം സമയം തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തുടക്കത്തിലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിദണ്ഡവാദം ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ചില മാർക്സിസ്റ്റ് നേതാക്കന്മാരാണ്. ചാനൽ ചർച്ചയിലും അവർ തന്നെയാണത് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിൽ 1996 ശേഷം അധികാരത്തിൽ വന്ന ഇടതുപക്ഷമടക്കമുള്ള എല്ലാവരും ഓഹരി വിറ്റിട്ടുണ്ട്. ബംഗാൾ സർക്കാർ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ?
നന്ദിഗ്രാമിൽ 8 ബംഗാളികളെ വെടിവെച്ചു കൊന്നത് ഇന്തോനേഷ്യയിലെ സലീം കമ്പനിക്ക് വേണ്ടിയല്ലേ? അത് സ്വകാര്യവൽക്കരണമായിരുന്നില്ലേ? അന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് MP ശബ്ദിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ ചോദിക്കട്ടെ മറ്റൊരു കാര്യം. ഇപ്പോൾ ഇവിടെ അദാനിയെക്കുറിച്ച് ചർച്ച ചെയ്തു. അദാനിയുടെ പേരിൽ വിഴിഞ്ഞത്ത് വലിയ പ്രശ്നമുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞ പദ്ധതി ക്യാൻസലാക്കുമോ? ഇന്നലെ മേഘാ പക്കർ EMS സ്മൃതിയിൽ പറഞ്ഞു അദാനിയും അംബാനിയും വരുന്നില്ല. അവിടെ കിടക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബംഗാളില് ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടൽ വിറ്റല്ലോ. ഹലോ ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ തുടരാം. അപ്പൊ ഗ്രേറ്റ് ഈസ്റ്റേൺ ഹോട്ടൽ വിറ്റു. അതുപോലെ ഹലോ, അപ്പോൾ 1996 ശേഷം ഓഹരി വിൽപ്പനയില്ലാത്ത ഒരു സർക്കാരും ഉണ്ടായിട്ടില്ല. CP ജോണും മേരി ജോർജും എന്തായാലും ഒരു കാര്യത്തിൽ സമ്മതിച്ചു, ഓഹരി വിൽപ്പന കുഴപ്പമില്ല. ആകെ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അതിപ്പോൾ വേണോ എന്ന് മാത്രമേ അവർ സംശയിച്ചുള്ളൂ. ഞങ്ങളുടെ സർക്കാർ, നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും എന്തായാലും UPA സർക്കാർ ചെയ്തതുപോലെ പൈസ അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് CP ജോണിന് നന്നായിട്ട് അറിയാം എന്നെനിക്കറിയാം. മാത്രമല്ല പാർലമെന്റിൽ ഇരിക്കുന്ന, ഈ ചർച്ചയിൽ ഇരിക്കുന്ന MPക്കും അറിയാം, എന്തായാലും അടിച്ചു മാറ്റാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വതന്ത്ര ഭാരതത്തിന് ശേഷം ഇവിടുത്തെ റെയിൽവേയുടെ സ്ഥിതി എന്താ? 1947 ശേഷം നമ്മുടെ റെയിൽവേ ലൈൻ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സ്ഥിതി? റോഡിന്റെ സ്ഥിതി എന്താ? UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് 13 കിലോമീറ്റർ ആയിരുന്നു, ഇപ്പൊ 35 കിലോമീറ്റർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഓഹരി വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ ആ പണം ചെലവാകുന്നത്. അതും നഷ്ടത്തിലോടുന്ന ഏതെങ്കിലും സ്ഥാപനം ചുളുവിലേക്ക് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, ലാഭത്തിലാക്കണം. ലാഭത്തിലാക്കിയിട്ട് ഗവൺമെന്റിന് അത് നിയന്ത്രിക്കണമെങ്കിൽ 51% ആവശ്യമുള്ളൂ. 51% കൂടുതൽ എന്തിനാ? ഇവിടുത്തെ ഏത് സർക്കാരാണ് IMF-ൽ നിന്നും ലോകബാങ്കിൽ നിന്നും പൈസ കടമേടിക്കാത്തത്? സ്വകാര്യമായിട്ടുള്ള മൂലധനം ഒരു സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സ്വകാര്യ മൂലധനം എടുത്തുകൊണ്ടാണ് സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതിലൊരു തെറ്റുമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും എഫിഷ്യൻസി ഇല്ലാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എയർടെലും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള വ്യത്യാസം വളരെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്ന് എയർടെൽ വന്നപ്പോൾ ഇന്ന് ലോകത്തെ ഏതാണ്ട് 20 രാജ്യങ്ങളിൽ എയർടെൽ 1-ാം സ്ഥാനത്താണ്. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ വിമാനയാത്രയും ഇന്നത്തെ വിമാനയാത്രയും തമ്മിൽ നമുക്കറിയാം. അപ്പൊ സ്വകാര്യ മേഖലയെ പരിപൂർണമായും എഴുതിത്തള്ളിക്കൊണ്ട് ഒരു രാജ്യത്തിനും ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രശ്നം കമ്മ്യൂണിസ്റ്റുകൾക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക്, ഞാൻ CMPയെ പറയുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വകാര്യവൽക്കരണമാവാം, അത് ജനാധിപത്യമാണ്, അത് ജനകീയമാണ്. നരേന്ദ്രമോദി ചെയ്താൽ അത് വലിയ കുഴപ്പമാണ്. മൻമോഹൻ സിംഗിന് ചെയ്യാം, നരേന്ദ്രമോദിക്ക് ചെയ്യാൻ പാടില്ല. നരേന്ദ്രമോദി വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇത് വിൽക്കാനല്ല നിൽക്കുന്നത്. ഇതൊരു നിർദ്ദേശം നീതി ആയോഗിനോട് ചോദിച്ചു. നഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങൾ ചുളുവിലയ്ക്ക് കൊടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടില്ല. നഷ്ടപ്പെട്ട സാധനങ്ങൾ ചുടുവിലയ്ക്ക് കൊടുക്കാതെ അത് ലാഭത്തിലാക്കണം. ലാഭത്തിലാക്കിയിട്ട് 51% ആവശ്യമുള്ളൂ ഗവൺമെന്റിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട്. ഇവിടെ നേരത്തെ CP ജോണും അതുപോലെ ചില ആളുകൾ ഉന്നയിച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ കാര്യത്തെ പറ്റിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, 26 രൂപ പെട്രോളിന്റെ ക്രൂഡ് ഓയിലിന് വിലയുണ്ടായിരുന്നു, ഇന്ന് 52 ആയി. അപ്പൊ 26 രൂപ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ വിലയാണോ ഇപ്പൊ പെട്രോളിന്? നേരെ ഇരട്ടിയായോ പെട്രോളിന്റെ വില? ഇല്ലല്ലോ, അത് ആനുപാതികമായിട്ടല്ലേ വർദ്ധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഏതാണ്ട് 62 രൂപ വരെ ഇങ്ങനെ വരും. 62 രൂപയ്ക്ക് ശേഷമാകുമ്പോൾ സ്വാഭാവികമായും എക്സൈസ് ഡ്യൂട്ടി അത് കുറച്ചുകൊണ്ട് ജനങ്ങളുടെ മുകളിലുള്ള വലിയ പ്രശ്നം പരിഹരിക്കാം. പിന്നെ വില കുറഞ്ഞ ഡീസലും പെട്രോളും മാത്രം പോരാ, നല്ല റോഡ് വേണം, ഗതാഗത സൗകര്യം വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി സ്വാഭാവികമായിട്ടും പണം ഉപയോഗിക്കും. ഇതാർക്കും അടിച്ചു മാറ്റാനുള്ളതല്ലല്ലോ. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു തരത്തിലുള്ള അഴിമതിയുമില്ല എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ബംഗാൾ ഗവൺമെന്റിന് ചെയ്യാം. കേരള ഗവൺമെന്റ് എന്റെ മുമ്പിൽ എഴുതി കാണിക്കുന്നു, ഹെഡ്കോയുടെ ഓഹരി വിൽക്കുന്നു. എന്തിനാ വിൽക്കുന്നത്? അപ്പൊ കേരളത്തിൽ വിൽക്കാം, ബംഗാളിൽ വിൽക്കാം, മൻമോഹൻ സിംഗിന് വിൽക്കാം, BJP തൊടാൻ പാടില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. എന്തായാലും രണ്ടുപേര് ഓഹരി വിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതിലെ ഞാൻ ശ്ലാഘിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിക്കൊണ്ട് 51% നിലനിർത്തട്ടെ. പിന്നെ 1000 കോടി രൂപ FACTക്ക് കൊടുത്തത് ഈ BJP ഗവൺമെന്റ് ആണ്. BJP ഗവൺമെന്റിന് മുമ്പ് വന്ന ധാരാളം ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ മുംബൈയും അക്കാര്യം പറഞ്ഞിരുന്നു. 1000 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് ഫാക്ടിന് കൊടുത്തുവെങ്കിൽ അതിന് 13% പലിശ വാങ്ങിയിട്ടുണ്ട്. 13% പലിശയ്ക്കാണ് ഫാക്ടിന് കേന്ദ്ര ഗവൺമെന്റ് 1000 കോടി രൂപ കഴിഞ്ഞ 2 മാസം മുമ്പ് കൊടുത്തത്.
അതെന്താ കൊച്ചി മെട്രോയ്ക്ക് കൊടുക്കുന്നത് 2.5-3% പലിശക്കാണ് കൊച്ചി മെട്രോയ്ക്ക് ഇതേ വായ്പ കൊടുക്കുന്നത്. പിന്നെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ല ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. 13% പലിശക്കാണ് കേന്ദ്ര ഗവൺമെന്റ് അതൊരു ഫാക്ട് ആവശ്യപ്പെടുന്ന പാക്കേജ് അല്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CP ജോൺ, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേന്ദ്ര ഗവൺമെന്റ് 1000 കോടി രൂപ കൊടുത്തു എന്നാണ് ഫാക്ടിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ പലിശ നിരക്കാണ്, പലിശ നിരക്ക് 13%. അതുപോലെ ഫാക്ട് വായ്പ എടുക്കുന്നത്, ഫാക്ട് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് 14%. കഴിഞ്ഞ കുറേ മാസങ്ങളായി, കുറേ വർഷങ്ങളായി ഈ ഓവർ ഡ്രാഫ്റ്റിന്റെ പ്രശ്നം ഫാക്ടിനെ അലട്ടുന്നുണ്ട്. 14% അവർ ബാങ്കിൽ നിന്നും ഓടിയെടുക്കുന്നത്. എന്താണ് ഈ ചില സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളോട് മാത്രം ഈ നിലയിലുള്ള സമീപനം, പലിശ കുറച്ച് കൊടുക്കുന്നതിലൊക്കെ എന്താണ് തടസ്സം? അതൊരു പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാണോ ഓഹരി വിറ്റഴിക്കൽ? ആത്യന്തികമായി നേരിടുന്ന പ്രശ്നത്തിന് ഓഹരി വിറ്റഴിക്കൽ, സ്വകാര്യവൽക്കരണം, അടച്ചുപൂട്ടൽ, ഇതൊക്കെയാണോ പരിഹാരം? എൻ്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഓഹരി വിറ്റഴിക്കേണ്ട ഒരു ഘട്ടമല്ല, സന്ദർഭമല്ല. ഓഹരി വിറ്റഴിച്ചതുകൊണ്ട് ഫാക്ടറി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്ന്. ഇനിയിപ്പോൾ കണക്കുകൾ കാണിക്കുന്നത്, ഞാനിവിടെ വാർത്താമാധ്യമങ്ങളിൽ വന്ന കണക്കുകൾ, എൻ്റെ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല, ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. 56,000 കോടിയൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയല്ല. 56,000 കോടി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു എളുപ്പത്തിൽ മനസ്സിലാവാൻ പറയുകയാണ്, നമ്മൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്നത് 25,000 കോടി രൂപയാണ് ഏതാണ്ട്. അപ്പോൾ 56,000 കോടി രൂപ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് വിൽക്കുന്നത് എന്നത് തന്നെയാണ് വിമർശനത്തിൻ്റെ കാതൽ. അതുകൊണ്ട് ഇപ്പം നടത്തിയിരിക്കുന്ന ഈ വിൽപ്പന എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഏറ്റവും നല്ല കമ്പനികൾ വിൽക്കുന്നു എന്നതിൽ ഞാൻ വിമർശനം തന്നെ ഉന്നയിക്കുകയാണ്. FACTയെ സംബന്ധിച്ചിടത്തോളം FACTയിൽ സംയുക്ത സമര സമിതിയുണ്ട്, FACTയിലെ കമ്പനി മാനേജ്മെൻ്റ് ഉണ്ട്. അവരും തൊഴിലാളി യൂണിയനുകളൊക്കെ വളരെ യോജിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അല്ലാതെ പഴയതുപോലെ യൂണിയനും പിന്നെ മാനേജ്മെൻറ്റ് എതിരായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം അവിടെ വർഷങ്ങളായിട്ടില്ല. അപ്പോൾ അവരുടെ എല്ലാം മുമ്പിൽ വ്യക്തമായിട്ടുള്ള പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് കൊടുക്കുന്നതിന് പകരം ഈ ഒരു സമ്മാനമാണ് കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്കാണെങ്കിലും നമ്മുടെ നാടിനാണെങ്കിലും അത് ഗുണം ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് രാസവളത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ രാസവളത്തിൻ്റെ കാര്യത്തിൽ ചില ഫണ്ടമെൻ്റലിസ്റ്റുകൾ രാസവളം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രാസവളം ദക്ഷിണേന്ത്യക്ക് ഏറ്റവും കൂടുതൽ രാസവളം കൊടുക്കുന്ന ഒരു ഫാക്ടറിയാണ് FACT. നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നേക്കാൾ കൂടുതൽ അവർ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയാണ് FACT അതിൻ്റെ ഫാക്ടം ഫോഴ്സ് പോലുള്ള പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ വിറ്റഴിക്കുന്നത്. അപ്പോൾ അവരുടെ ഇന്നെഫിഷ്യൻസി കൊണ്ടൊന്നും അല്ലാതെ അവരുടേതായിട്ടുള്ള ആന്തരികമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം തന്നെ വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെയും, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, കോടതികളുടെയും ചില ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പോളിസിയാണ് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അതിൽ എന്തെങ്കിലും അപകടങ്ങളും അഴിമതിയും അല്ലെങ്കിൽ മറ്റുള്ള സ്വജനപക്ഷപാതവും ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരു തെളിവും നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും അവർ പറയുന്നതാണ് അല്ലേ ശരി എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ശ്രീ MP രാജേഷ്, ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതിന് താങ്കൾക്ക് മറുപടി പറയാം. അതിനോടൊപ്പം എല്ലാ ഗവൺമെൻറ്റുകളും ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ നമ്മുടെ സാമ്പത്തിക 91 ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പ്രക്രിയ ഏറെയും കുറഞ്ഞും നടപ്പാക്കിയിട്ടുണ്ട്. UPA കാലത്തും അതിനു മുമ്പുള്ള NDA ഭരണകാലത്തുമൊക്കെ ഇത് നടന്നു വന്നിട്ടുണ്ട്. ഇതൊരു സാധാരണ സാമ്പത്തിക നയം എന്ന നിലയിൽ അത് വേണമെങ്കിൽ നമുക്കതിനെ സർവ്വസാധാരണമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യാം. ആ നിലയിൽ കുറെ കൂടി കാര്യക്ഷമമായി, കുറെ കൂടി നിരീക്ഷണത്തോടെ ഒക്കെ ഇത് നടപ്പാക്കുന്നതിനോട് വലിയ വിയോജിപ്പ് ഇടതുപക്ഷത്തിനുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ നിലപാട് തുടക്കം മുതൽ വളരെ വ്യക്തമാണ്. ലാഭത്തിലുള്ള ഒറ്റ പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കരുത് എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഒരിടതുപക്ഷ ഗവൺമെൻറ്റും 3 സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണല്ലോ ഉള്ളത്, ലാഭത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയും സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. മറിച്ചുള്ളതെല്ലാം തികഞ്ഞ ഒരു കൂസലില്ലാതെ സത്യവിരുദ്ധമായ കാര്യം പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷം പിന്തുണച്ച UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അനുഭവം വെച്ചിട്ടാണല്ലോ സംസാരിക്കേണ്ടത്. എന്താണ് അനുഭവം? UPA ഗവൺമെൻറ് ലാഭമുണ്ടാക്കുന്ന 2 പൊതുമേഖലാ സ്ഥാപനങ്ങളെ, ഒന്ന് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, മറ്റൊന്ന് നാൽക്കോ, അതുപോലെ ബെല്ല്, 3 എണ്ണത്തിൻ്റെ ഓഹരി വിറ്റഴിക്കാൻ തീരുമാനിച്ചു. അന്നാണ് ആദ്യമായിട്ട് ഇടതുപക്ഷം ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയത്. ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. സാധാരണ രാഷ്ട്രീയ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ ഓർമ്മിക്കുന്നുണ്ടാവും. അന്നാണ് ഇടതുപക്ഷം പറഞ്ഞത് UPA ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. അന്നാണ് ചിദംബരത്തിൻ്റെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന വന്നത്, ഇവർ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ പിൻവലിച്ച ശേഷം ചിദംബരം പറഞ്ഞു ആദ്യം ചെയ്യാൻ പോകുന്നത് ഓഹരി വിൽപ്പന നടപ്പാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ ആർക്കാ അറിയാത്തത്? അറിയില്ലെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയല്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ സുവിദിതമായിട്ടുള്ള നിലപാടാണ്, വളരെ അസന്നിഗ്ധമായിട്ടുള്ള നിലപാടാണ്. മറിച്ച് പറയുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെന്താ വിജയകുമാർ അവസാനം ചോദിച്ച ചോദ്യം എന്താ? ഞാൻ പ്രധാനമായും ചോദിച്ചത് ഇക്കാര്യത്തിൽ ഇത് കുറെ കൂടി കാര്യക്ഷമമായി അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണത്തോടു കൂടി ഈ നിലയിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉള്ള മറ്റെന്ത് ചെയ്യാൻ കഴിയും? അല്ലല്ല, കേൾക്കൂ, ഇടതുപക്ഷ നിലപാട് ഇപ്പോൾ നഷ്ടത്തിലുള്ള പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലായത് ഈ പറയുന്നത് പോലെ കാര്യക്ഷമത ഇല്ലാത്തതുകൊണ്ടെന്നല്ല. ഫാക്ടിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നയങ്ങളുടെ ഫലമായിട്ട് നഷ്ടത്തിലേക്ക് തള്ളിവിട്ടതാണ്. അതിന് അവിടുത്തെ തൊഴിലാളിയുടെ കാര്യക്ഷമതയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ കേന്ദ്ര സർക്കാർ നയങ്ങളുടെ ഫലമായിട്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നഷ്ടത്തിലായിട്ടുള്ളവയെ പുനരുദ്ധരിക്കണം. അതാണ് സ്വീകരിക്കേണ്ട സമീപനം. അങ്ങനെ പുനരുദ്ധരിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ട കാര്യത്തിൽ മാത്രം മറ്റ് മാർഗങ്ങൾ ആലോചിക്കാം എന്നുള്ളതാണ്. അതല്ലാതെ നഷ്ടത്തിലുള്ളതിനെ ലാഭത്തിലാക്കുക, ഉടൻ വിൽക്കുക എന്നതല്ല സമീപനം. കൊല്ലാൻ വേണ്ടി വളർത്തുക എന്നതായിരിക്കരുത് സമീപനം. ഇപ്പം അതാ പറയുന്നത്. ചിലർ പറയുന്നത് ലാഭത്തിലാക്കുക, ഉടൻ വിൽപ്പന നടത്തുക. കൊല്ലാൻ വേണ്ടി ആയിരിക്കരുത് വളർത്തേണ്ടത്. ഇവിടെ ഈ സോപ്പും ജീപ്പും കണ്ണാടിയൊന്നുമല്ല ഉണ്ടാക്കുന്നവയല്ലല്ലോ ഇപ്പൊ സ്വകാര്യവൽക്കരിക്കുന്നത്. എയർ ഇന്ത്യ എത്ര നാഷണൽ കാരിയറാണ് ഇല്ലേ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം നിസ്സാരമായിട്ട് സ്വകാര്യവൽക്കരിക്കാം എന്നൊക്കെ പറയുന്നത്. എയർ ഇന്ത്യയെ പോലുള്ളവ, റെയിൽവേ ഇവിടെ പറഞ്ഞു, റെയിൽവേയും എയർ ഇന്ത്യയൊക്കെ നിർവഹിച്ചിട്ടുള്ളൊരു വലിയ ദൗത്യമുണ്ട്, സാമൂഹികമായിട്ടുള്ള ദൗത്യമുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിലും ഒക്കെ ഒരു വലിയ സാമൂഹികമായിട്ടുള്ള ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ചിലരിപ്പോൾ ഇരുന്ന് കൂസലില്ലാതെ പറയുകയാണ് അതൊക്കെ നമുക്ക് സ്വകാര്യവൽക്കരിച്ച് കളയാം എന്നുള്ളത്. അത് സ്വകാര്യവൽക്കരിച്ചാൽ അതിൻ്റെ അനുഭവം നമുക്കറിയാം. സ്വകാര്യവൽക്കരിച്ച സ്ഥലത്ത് അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പൊ ബ്രിട്ടനിലാണ് ആദ്യം റെയിൽവേ സ്വകാര്യവൽക്കരിച്ചത്, അത് പുനർദേശസാൽക്കരിച്ചില്ലേ? ഈ വസ്തുതകൾ മനസ്സിലാക്കണം, ലോകത്താകെയുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കണം. റെയിൽവേ സ്വകാര്യവൽക്കരിച്ച ബ്രിട്ടനിൽ പുനർദേശസാൽക്കരിക്കേണ്ടി വന്നില്ലേ? എന്തായിരുന്നു അനുഭവം? അപകടങ്ങൾ കുത്തനെ കൂടി. സ്വകാര്യവൽക്കരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ വരാം. ശ്രീമതി മേരി ജോർജ്, ഇന്നലെ നീതി ആയോഗ് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഈ രീതിയിലുള്ള R&D ഡിപ്പാർട്ട്മെന്റ് തീരെ പ്രവർത്തിക്കുന്നില്ല. സ്വയം ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതി അവർക്കില്ല. മാനേജ്മെന്റ് കാര്യക്ഷമമാക്കണമെന്ന് തുടർച്ചയായുള്ള നിർദ്ദേശങ്ങൾ അവർ അവഗണിച്ചു. അവർക്ക് ഇനി സമയമോ പണമോ കൊടുത്താൽ അത് ഒരു വൃഥാ വ്യായാമം മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിന്, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ആണെങ്കിലും അതിലൊരു സ്വതന്ത്രമായ മാനേജ്മെന്റ് സംവിധാനമുണ്ടല്ലോ, അവർക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശേഷിയില്ല എന്ന നീതി ആയോഗിന്റെ നിലപാട് ശരിയാണോ? തീർച്ചയായിട്ടും നീതി ആയോഗിന്റെ അത്തരം നിലപാട് ശരിയല്ല. കാരണം ഗവൺമെന്റിന്റെ സ്വാധീനമുള്ള, ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനം അങ്ങനെ കാര്യക്ഷമമല്ലാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെയും സമൂലം മാറ്റി അതിന് കഴിവുണ്ട് എന്ന് ഗവൺമെന്റിന് വിശ്വാസമുള്ളവർ വയ്ക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ MP രാജേഷ് പറഞ്ഞല്ലോ, കാര്യശേഷി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന്. പക്ഷേ കാര്യശേഷി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കില്ല എന്ന് ഗവേഷകർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അത് എല്ലാ സ്ഥാപനങ്ങളും അല്ല, നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാര്യശേഷി ഇല്ലാത്തവയാണ്. പക്ഷെ കാര്യശേഷി ഇല്ലായ്മയിലേക്ക് അവയെ നയിച്ചത് പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടുമാണ്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഇല്ല, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഇല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുപോലെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് കാര്യശേഷി ഇല്ലാതെയായത്. ഇനി
മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, അതായത് മിസ്റ്റർ അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടമുണ്ടെന്ന് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പനയല്ല, ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തന്നെ വിറ്റഴിക്കലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഫാക്റ്റിനെ പറ്റിയാണ്. ഫാക്റ്റിനെ സമുദ്ധരിച്ചേ തീരൂ എന്ന് മലയാളികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് കേരളത്തിലെ കൃഷിയെ സമുദ്ധരിക്കുകയാണ്. കാരണം FACT ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഫാക്ടം ഫോഴ്സ് പോലെ വിജയ് പോലെയുള്ള വളങ്ങളുടെ 60% വാങ്ങിയിരുന്നത് കേരളത്തിലെ കൃഷിക്ക് വേണ്ടിയാണ്. അന്നൊക്കെ FACT ലാഭത്തിലായിരുന്നു. പിൽക്കാലത്ത് കേരളത്തിൽ നിന്ന് കൃഷി വിട പറഞ്ഞു. കേരളത്തിൽ നിന്ന് കൃഷി വിട പറഞ്ഞതോടൊപ്പം തന്നെ FACT കൂടുതൽ നഷ്ടത്തിലേക്ക് പോവുകയുണ്ടായി. ഇപ്പോൾ FACTയുടെ വളത്തിലെ 30% താഴെ മാത്രമാണ് കേരളത്തിൽ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളോ എന്ന് പറയും, മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ വാങ്ങിയിരുന്നത് പോലെ വടക്കേ ഇന്ത്യയിൽ നിന്നും ഒക്കെ വളം വാങ്ങുന്നു. അതുപോലെ തന്നെ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് അത് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദനമില്ല, അത് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് കേരളമാണെങ്കിലും മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളാണെങ്കിലും വാങ്ങേണ്ടത്. അപ്പോൾ FACT ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടം ഫോഴ്സ് വിജയ് പോലെയുള്ള വളങ്ങൾ കേരളത്തിലും മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കുന്നു എന്ന അവസ്ഥ വരണം. അതിന് ഇവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ, ഈവൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികൾ പോലും രാസവള ഉപയോഗത്തിനെതിരായി കത്തിയെടുത്ത് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ രാസവള ഉപഭോഗമല്ല, തെറ്റായ രീതിയിൽ ആവശ്യത്തിലധികമുള്ള ഉപഭോഗമാണ് കൃഷിയെ അല്ലാതെ കൃഷിയിൽ തെറ്റായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നത്. കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ കൊടുക്കുന്ന ഡോസ് രാസവളം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ആഗോള തലത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സത്യമാണ്. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ സത്യത്തിൻ്റെ പേരിലാണ് നോർമൻ ബോർലോഗിന് ലോകം നോബൽ പ്രൈസ് കൊടുത്ത് ആദരിച്ചത്. എന്നിട്ടും കേരളത്തിലുള്ളവർ അവരുടെ അല്പജ്ഞാനം കൊണ്ട് രാസവളത്തിനെതിരായിട്ട് തിരിയുന്നു. അതിൻ്റെ ഫലവും കൂടിയാണ് FACT നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അക്കാര്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ശ്രീ CP ജോൺ, വിപണി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് FACTയുടെ കാര്യത്തിൽ. അത് എയർ ഇന്ത്യയുടെ ഒക്കെ കാര്യത്തിലും ഈ വിപണി ഒരു പ്രധാന വിഷയം തന്നെയാണ്. സ്വകാര്യ മേഖലയ്ക്ക് അവിടേക്ക് കടന്നു വന്നു, അതുമായി മത്സരിക്കാൻ എയർ ഇന്ത്യക്ക് അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 18 വർഷമായി FACT നഷ്ടത്തിലാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ 3 സംസ്ഥാന ഗവൺമെൻറ്റുകൾ വരികയും ചെയ്തു. കേന്ദ്രത്തിലും ഭരണമാറ്റം ഉണ്ടായി, രാഷ്ട്രീയമായ മാറ്റവും തുടർച്ചയും ഒക്കെ ഉണ്ടായി. എന്നിട്ടും FACT നഷ്ടത്തിലാകുന്നു. ഇത് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? ഈ ഒരു പ്രക്രിയ, ഒരു പൊതുമേഖലാ സ്ഥാപനം കഴിഞ്ഞ 18 വർഷമായി തുടർച്ചയായി ഓരോ വർഷവും 150 കോടി രൂപയോ 100 കോടി രൂപയോ നഷ്ടമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? എന്ത് തരം സാമ്പത്തിക അവസ്ഥയാണിത്? വളരെ 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 ലളിതമായിട്ടുള്ള കാര്യമാണത്. കാരണം അവരുണ്ടാക്കുന്നത് കാറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളോ ഒന്നുമല്ല. നേരത്തെ മേ ടീച്ചർ പറഞ്ഞത് ഞാൻ വളരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവരുണ്ടാക്കുന്നത് കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ കൃഷിക്കാർക്കുള്ള വളമാണ്. ആ വളത്തിന് പ്രൈസിൻ്റെ മുകളിൽ കൺട്രോളുണ്ട്. ആ പ്രൈസ് കൺട്രോൾ വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ആ പ്രൈസ് കൺട്രോൾ അവരുടെ പുറത്ത് കൊടുക്കാൻ കഴിഞ്ഞത് അത് പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ FACT നേരത്തെ രാജേഷ് പറഞ്ഞതിന് അപ്പുറത്താണ്. FACT ഉണ്ടാക്കിയിട്ടുള്ള ഈ നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കൃഷിക്കാരുണ്ടാക്കിയ ലാഭത്തെക്കുറിച്ചും കൂടെ പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷിക്കാരുടെ ജീവിതത്തെക്കുറിച്ചും കൂടെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നെൽകൃഷി നമുക്കിവിടെ കുറഞ്ഞതുകൊണ്ട് നമ്മുടെ കൂടുതൽ FACTയുടെ പ്രോഡക്റ്റുകൾ പണ്ടും പുറത്ത് തന്നെയാണ് പോയിട്ടുള്ളത്, ഇപ്പോഴും പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ത്യക്ക് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ദക്ഷിണേന്ത്യക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ പ്രൈസ് കൺട്രോളുണ്ട്. ആ പ്രൈസ് കൺട്രോള് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫെർട്ടിലൈസർ പോളിസിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല, എയർ ഇന്ത്യയെ പോലെ പോലുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള FACT നമ്മളെ വളർത്തിയ ഒരു സ്ഥാപനമാണ്, നമ്മൾ വളർത്തിയ സ്ഥാപനമല്ല. നമ്മുടെ കൃഷിക്കാരെ, ദക്ഷിണേന്ത്യയിലെ കൃഷിക്കാരെ നല്ല രീതിയിൽ വില കുറഞ്ഞ രീതിയിൽ ഫലപ്രദമായ ഫാക്ടം ഫോഴ്സ് പോലുള്ള അതവരുടെ കമ്പനി നെയിമാണ് അല്ലെങ്കിൽ ഒരു ട്രേഡ് നെയിം ആണെങ്കിലും അതൊരു കൃഷിക്കാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ചുണ്ടിലെ ഒരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സബ്സിഡി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1. 2, അവരുടെ അമോണിയ പ്ലാന്റ് അടച്ചുപൂട്ടി. അമോണിയ പ്ലാന്റ് അടച്ചുപൂട്ടിയത് അവിടുത്തെ യൂണിയനോ മാനേജ്മെൻറ്റോ പറഞ്ഞിട്ടാണോ?
അതൊരു വേറെ ഒരു വിഷയമാണത്. അത് ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അതുപോലെ തന്നെ കാപ്രോലാക്ടിന് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ FACT അത് അതിൽ തന്നെ ഒരു വിഷയമാണ്. അതിൻ്റെ ഇന്നത്തെ നിലയ്ക്ക് അതിൻ്റെ ഓഹരി വിറ്റഴിക്കാൻ പൊടുന്നനെ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ FACTയെ നന്നാക്കാനാണ് എന്ന് FACTയുടെ ABCD പഠിച്ച ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല. അതാണ് എൻ്റെ കാതലായിട്ടുള്ള വിമർശനം. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവസാനമായി FACTയുടെ കാര്യത്തിൽ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമായ ഒരു പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ കൃഷി കുറഞ്ഞു അല്ലെങ്കിൽ വളം കൂടുതൽ ചിലവാകുന്നില്ല എന്ന ഒരു പ്രശ്നം കേരളത്തിലുണ്ട്. പിന്നെ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളൊക്കെ നടക്കുന്നു. ഇതൊക്കെ FACTയുടെ തകർച്ചയ്ക്ക് കാരണങ്ങളിൽ ഒന്നാണ്. അത് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. അതൊക്കെ നിലനിൽക്കെ FACT മാത്രമായി ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയെന്നൊരു പരാതി ആർക്കുമില്ല, കേരളത്തിൽ ആർക്കും ഇല്ലാതെ ഇരിക്കെ ഇത്തരമൊരു തീരുമാനം ആ സ്ഥാപനത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമോ? കേരളത്തിലെ കർഷകരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമോ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സഹായിക്കുമോ? 2000-ൽ അധികം ഏക്കർ ഭൂമിയാണ്, നമ്മുടെ അക്വയർ ചെയ്ത് കൊടുത്ത ഭൂമി അടക്കമാണ് അവിടെ ഉള്ളത് എന്ന കാര്യം കൂടി നമ്മൾ വിസ്മരിക്കരുത്. അല്ല, FACTയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. നീതി ആയോഗ് ഒരു നിർദ്ദേശം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. FACTയുടെ കാര്യത്തിൽ നാളെ ഭൂമിയും ഓഹരിയും ഒക്കെ വിൽക്കാൻ തീരുമാനിച്ചതുപോലെയാണ് ഇവിടെ പലരും പറയുന്നത്. ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് FACTയുടെ മാത്രമല്ല മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വെച്ചു. എനിക്ക് ബഹുമാന്യനായ CP ജോണിനോട് പറയാനുള്ളത്, ആസൂത്രണ കമ്മീഷന്റെ അംഗമായിരുന്നില്ലേ കഴിഞ്ഞ 5 വർഷം താങ്കളുടെ ആസൂത്രണങ്ങളിൽ FACT കൂടെ ഉൾപ്പെടുത്താമായിരുന്നല്ലോ. എങ്ങനെങ്കിലും അതിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ BJPയുടെ നെഞ്ചത്ത്, കേന്ദ്ര സർക്കാരിന്റെ നെഞ്ചത്ത് കയറുന്നതിൽ എന്തർത്ഥമാണുള്ളത് മിസ്റ്റർ CP ജോൺ? വാസ്തവത്തിൽ കേരളത്തിൽ ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും ഭരണമുന്നണികൾ FACTക്ക് വേണ്ടി എന്താ ചെയ്തത്? വേണ്ട, കേരളത്തിലെ വ്യാവസായിക മേഖലയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്? നിങ്ങൾ ഒരു വ്യവസായ കേന്ദ്രം ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ FACT പോലും സർ CP കൊണ്ടുവന്നതല്ലേ, അല്ലാണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കൊണ്ടുവന്നതല്ലല്ലോ. അപ്പോൾ കേരളത്തിലെ വ്യാവസായിക നയം ശരിയല്ല. കേരളത്തിലെ ഭരണകൂടത്തിന്റെ വ്യാവസായിക നയമാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതിന് കേന്ദ്രത്തിൽ വരുന്ന ഭരണാധികാരികളെയോ കേന്ദ്രത്തിലെ നയത്തെയോ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ MP സൂചിപ്പിച്ചത്, CPM MP സൂചിപ്പിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞു വിറ്റഴിക്കൽ ശരിയല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ മറുപടി കൂടി പറയാനുണ്ടാകും. ആ മറുപടിയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം, സമയം ഏറെ വൈകിയതുകൊണ്ടാണ്. ശ്രീ CP ജോൺ, വേഗത്തിൽ മറുപടി. FACT പിന്നെ സർ CP തുടങ്ങിയതാണെന്നൊക്കെ പറയുന്നത് വളരെ അർദ്ധസത്യങ്ങളാണ് കേട്ടോ. അത് വളരെ പണ്ട് അതൊരു സ്വകാര്യ സ്ഥാപനമായിരുന്നു. അന്ന് വിറകൊക്കെ കത്തിച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു ചെറിയൊരു സ്ഥാപനമായിരുന്നു അത് സർ CP 46 തന്നെ കേരളം വിട്ടുപോയി. അതിനുശേഷം ഉദ്യോഗമണ്ഡലം എന്ന് പറയുന്ന FACT അടങ്ങുന്ന ആ പൊതുമേഖലാ സമുച്ചയം ഉണ്ടാക്കിയത് സ്വതന്ത്ര ഭാരതത്തിലാണെന്ന കാര്യം ഗോപാലകൃഷ്ണൻ മറന്നുപോകരുത്. സർ CPയുടെ സംഭാവനയൊന്നും അല്ല അത്. അതുകൊണ്ട് കേരളത്തിലെ വ്യവസായ മണ്ഡലം ആയിട്ട് കളമശ്ശേരിയും ആലുവയും അല്ലല്ല, അത് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തതാണ്. നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിരുന്നു അത്. ആ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിരുന്നു. അന്ന് BJP ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളം വേറെയുണ്ട്. ആ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കും. നമ്മളിപ്പോൾ രാഷ്ട്രീയം അതിലേക്ക് കുത്തിക്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ FACTയുടെ ഷെയറുകൾ വിറ്റഴിക്കുന്നത് ഗുണമല്ല, FACTക്കും ഗുണമല്ല, നാടിനും ഗുണമല്ല എന്ന എൻ്റെ ആർഗ്യുമെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുക. അവിടെ അതാണ് നമുക്ക് ഈ ചർച്ച അവിടെ അവസാനിപ്പിക്കാം. അത് ആ നിലപാടിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം. നോക്കാം നമുക്ക് എന്താണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന്. ഏതായാലും നീതി ആയോഗിന്റെ ശുപാർശയിൽ കേന്ദ്ര മന്ത്രിസഭ ഇനിയും തീരുമാനമെടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഘട്ടത്തിൽ വീണ്ടും ആ വിഷയം പരിശോധിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ MP രാജേഷ്, ശ്രീ CP ജോൺ, ശ്രീമതി മേരി ജോർജ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, എല്ലാവർക്കും നന്ദി.